friends, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു പാൻകേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ വേറെയും പാൻകേക്ക് റെസിപ്പീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പൊട്ടാറ്റോ പാൻകേക്ക് ആണ്. ഈ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ സൈസൊക്കെ ആണെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് മുങ്ങുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കളയണം. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഊറ്റിയെടുക്കണം. വെള്ളം ഒട്ടും പാടില്ല. ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വെള്ളം പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ആദ്യം സവാളയും പച്ചമുളകും ചേർക്കാം. ചെറിയൊരു സവാളയും 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്, 2 അല്ലി വെളുത്തുള്ളി. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ. ജീരകം ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ സാധാരണ ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില, ആവശ്യത്തിന് മല്ലിയില കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻകേക്ക് തയ്യാറാക്കി തുടങ്ങാം. ഇവിടെ ഒരു പാനിൽ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ സ്പൂണായിട്ട് ബാറ്ററിയിൽ നിന്ന് കോരിയിട്ട് കൊടുക്കാം. എന്നിട്ട് റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാം. പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഫ്ലെയിം ഒട്ടും കൂടാൻ പാടില്ല. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ കളർ നന്നായിട്ട് മാറി വരുമ്പോൾ, നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് എടുത്ത് വെക്കാം. പിന്നെ പറഞ്ഞ പോലെ കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരികയും വേണം. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന മൈദ നന്നായിട്ട് കുക്കായി കിട്ടണം. ഇല്ലെങ്കിൽ മൈദ വെന്തിട്ടില്ലെങ്കിൽ ഒരു റോ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ പാൻകേക്ക് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു പൊട്ടാറ്റോ പാൻകേക്ക് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കണം. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്ക് മാത്രമല്ല, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്